ഈ ചവറ് നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ തീരുമാനമെടുക്കും. എന്നാൽ അവിടെ വെള്ളക്കെട്ട് ഉണ്ടാലും ഒന്നും ഉണ്ടാവില്ല. സ്മാർട്ട് സിറ്റിയുടെ റോഡാണ് അവർ ചെയ്തിരിക്കുന്നത്. അതെങ്കിലും മഴ പെയ്യുമ്പോൾ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ട്. അവർ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ മഴവെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ നിന്ന് വരുന്ന വെള്ളം പോകാൻ വേണ്ടി വഴിയില്ലാതെ അതും അല്ലാതെ റോഡ് യഥാസമയം ക്ലീൻ ചെയ്യാത്തതും മറ്റു റോഡുകളുടെ ഈ പുനരുദ്ധാരണം ചെയ്യാത്തതിന്റെ കാര്യം കൊണ്ടാണ് വെള്ളപ്പൊക്കം യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ പൊതു ഇതിന്റെ തന്നെ സർക്കാരിന്റെ തന്നെയാണ് വീഴ്ചയാണ് കൂടുതലും വരുന്നത്. അപ്പൊ എല്ലാ കാര്യം ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് അവർ നേരത്തെ വിട്ട് ചെയ്യണ്ടേ. ഒരു മഴ 2 മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കിനല്ല അതിനെ ഇറങ്ങേണ്ടത്. ഓരോരുത്തരുടെ ഓരോ അപകടങ്ങൾ കണ്ടും ഇന്നലെ തന്നെ ഒരുപാട് പേരുടെ കാലൊക്കെ ഓടയിൽ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ എന്തിനാ അധികാരികൾക്കെല്ലാം ശമ്പളങ്ങൾ കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്, ഒന്നും ചെയ്യൂല. ഇതിനെ പോയ ബസ് മറിഞ്ഞു വരുന്നു, പേടിച്ചുപോയി. ബസ് മറിഞ്ഞാലുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ എന്താണെന്ന് ഈ മന്ത്രി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അറിയാൻ വയ്യ. മക്കളൊക്കെ കൊടുത്ത് ജയിപ്പിച്ചു എല്ലാരും. ഇത് പ്രതിഫലം വേണ്ടേ? സർക്കാർ കൂടെ നല്ലോണം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആവും. പിന്നെ ജനങ്ങൾക്ക് അത്രയും വലിയ സിറ്റുവേഷൻ അനുഭവിക്കേണ്ട ആവശ്യം വരില്ല.